ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിത്സോട്ടാക്കിസ് ഇന്ത്യ സന്ദർശിക്കുന്നു. ഫെബ്രുവരി 21 മുതൽ 22 വരെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് വിസിറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ഗ്രീസ് പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തുന്നത്. 15 വർഷത്തിന് ശേഷമാണ് ഗ്രീസ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കി. 2024 നടക്കുന്ന 9ാമത് റെയ്സിന ഡയലോഗിൽ കിരിയാക്കോസ് മിത്സോട്ടാക്കിസ് മുഖ്യാതിഥിയാകും. തിരികെ മടങ്ങുന്നതിനു മുൻപ് അദ്ദേഹം മുംബൈയും സന്ദർശിക്കും. അദ്ദേഹത്തിന് രാഷ്ട്രപതി ഭവൻ ആചാരപരമായ സ്വീകരണം നൽകും. നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി മിത്സോട്ടാക്കിസും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഉച്ചഭക്ഷണ വിരുന്നും നടത്തും. മുതിർന്ന ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രതിനിധി സംഘവും പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ത്യയിലെത്തും. 2023 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി മോദി ഗ്രീസ് സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗ്രീസ് പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനം. ഇന്ത്യ ഗ്രീസ് ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നതായി അന്ന് നരേന്ദ്രമോദി പരാമർശിച്ചിരുന്നു. തന്റെ പര്യടനം ഇന്ത്യ ഗ്രീസ് സൌഹൃദത്തിനും പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലുള്ള സൌഹൃദത്തിനും ആക്കം കൂട്ടും എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ. ഇന്ത്യ ഗ്രീസിനെ ഇന്റർനാഷണൽ സോളാർ അലയൻസിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. 2008 ജനുവരിയിലായിരുന്നു ഇന്ത്യയിലേക്കുള്ള ഗ്രീസ് പ്രധാനമന്ത്രിയുടെ അവസാന സന്ദർശനം. അന്നത്തെ ഗ്രീക്ക് പ്രധാനമന്ത്രി കോസ്റ്റാസ് കരമാൻലിസും വിദേശകാര്യമന്ത്രി ഡോറ ബക്കായോനിസുമാണ് ഇന്ത്യ സന്ദർശിച്ചത്. 2023 ഓഗസ്റ്റിൽ 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രീസ് സന്ദർശിക്കുന്നത്. ഗ്രീസ് പ്രധാനമന്ത്രി കുരിയാക്കോസ് മിത്സോട്ടാക്കിസിന്റെ പ്രത്യേക ക്ഷണത്തെ തുടർന്നാണ് മോദി ഗ്രീസ് സന്ദർശിച്ചത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഗ്രീസ് സന്ദർശിച്ചിരുന്നില്ല. 1983 ഇത്. ഗ്രീസ് പ്രധാനമന്ത്രി കുരിയാക്കോസ് മിത്സോട്ടാക്കിസ് മുൻപ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രീസ് സന്ദർശനത്തെ വലിയ ആവേശത്തോടെയാണ് ഗ്രീസ് കണ്ടത്. ഈ സന്ദർശനം അതിനിർണായകമായാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തിയത്. ലോകശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സൌഹൃദ വലയത്തിന്റെ ഈട് വർദ്ധിക്കുന്നതാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി ലോകരാജ്യങ്ങൾ കണ്ടത്. രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് മോദിയുടെ സന്ദർശനം അന്ന് സഹായിച്ചുവെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം തുടങ്ങി നിരവധി മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് രണ്ട് രാജ്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. BC 300 മുതലുള്ള മഹത്തായ ചരിത്രമാണ് രണ്ട് രാജ്യങ്ങൾക്കും പങ്കിടാനുള്ളത്. ഈ സാംസ്കാരിക ബന്ധത്തിന് ശക്തി വർദ്ധിച്ചത് ഈ സന്ദർശനത്തോടെയാണ്. രണ്ട് നാഗരികതകൾ തമ്മിലുള്ള ബന്ധം 2 സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്നതാണെന്നും ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നീ മൂല്യങ്ങളാൽ ആധുനിക കാലത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെട്ടുവെന്നും മോദി പറഞ്ഞു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സാംസ്കാരികത എന്നിങ്ങനെ വിവിധ മേഖലകളിലെ സഹകരണം വഴി രണ്ട് രാജ്യങ്ങളും കൂടുതൽ അടുക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യ ഉഭയകക്ഷി തലവൻ സർക്കാർ തല സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. 2008 ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ അവസാന സന്ദർശനം നടന്നു. 2008 ജനുവരിയിലെ സന്ദർശനത്തിൽ അന്നത്തെ ഗ്രീക്ക് പ്രധാനമന്ത്രി കോസ്റ്റാസ് കരമാൻലിസും വിദേശകാര്യമന്ത്രി ഡോറ ബക്കായോനിസുമാണ് ഉണ്ടായിരുന്നത്. അതേസമയം ഗ്രീക്ക് പ്രധാനമന്ത്രി മിത്സോട്ടാക്കിസിനൊപ്പം മുതിർന്ന ഉദ്യോഗസ്ഥരും ഉയർന്ന അധികാരമുള്ള ബിസിനസ് പ്രതിനിധി സംഘവും ഉണ്ടാകുമെന്നറിയുന്നു. 2024 ന്യൂഡൽഹിയിൽ നടക്കുന്ന 9ാമത് റെയ്സിന ഡയലോഗിൽ അദ്ദേഹം മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷകനുമായിരിക്കും. ഏതൻസിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് മുംബൈയും സന്ദർശിക്കും. പ്രധാനമന്ത്രി മിത്സോട്ടാക്കിസിന് രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിൽ ആചാരപരമായ സ്വീകരണം നൽകും. പ്രധാനമന്ത്രി മോദിയും പ്രധാനമന്ത്രി മിത്സോട്ടാക്കിസും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശിക്കുന്ന വിശിഷ്ട വ്യക്തിയുടെ ബഹുമാനാർത്ഥം പ്രധാനമന്ത്രി മോദി ഉച്ചഭക്ഷണ വിരുന്നും നടത്തും. 2023 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി മോദിയുടെ ഗ്രീസ് സന്ദർശന വേളയിൽ ഇന്ത്യ ഗ്രീസ് ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ജനങ്ങളുമായുള്ള സൌഹൃദത്തിന് ഇത് ആക്കം കൂട്ടുമെന്ന് രണ്ട് രാജ്യങ്ങളും വിശ്വസിക്കുന്നു. ഇന്ത്യ ഗ്രീസ് ബന്ധം പങ്കിട്ട സാംസ്കാരിക മൂല്യങ്ങൾ, സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത, സുരക്ഷ, പ്രതിരോധം, ഷിപ്പിംഗ്, നാവിക മേഖലകളിലെ സഹകരണം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൂടാതെ പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങളിൽ ഒത്തുചേരൽ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. വിവിധ ബഹുമുഖ വേദികളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അടുത്ത് സഹകരിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.